ഒരു വശത്ത് ഗവൺമെന്റ് നിലകൊള്ളുമ്പോൾ തന്നെയാണ് ഒരു ജയിലിലെ തടവുകാർക്ക് വേണ്ടി ശുപാർശ ചെയ്ത തുകയേക്കാൾ ഇരട്ടിയിലധികം തുക കൊടുക്കുവാൻ സർക്കാർ അത്യുത്സാഹം കാണിക്കുന്നു. അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കുറ്റവാളികളായിട്ട് വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ അവർ തടവുകാരല്ല. അവരെല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പുറത്തു പോകാനും ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പരോൾ കൊടുക്കുവാനും അവർക്ക് യഥേഷ്ടം വിഹരിക്കുവാനും ജയിലിനകത്ത് അവർ വലിയ കർശനമായ സുരക്ഷയിൽ എന്ന് പറയുന്നിടത്ത് പോലും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കി കൊടുക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വേതനം വൻതോതിൽ വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ ഈ ന്യായീകരണം അന്നേ തന്നെ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ തീർത്തും അതൊരു ന്യായീകരണം മാത്രമാണ്. അതിനകത്ത് യാതൊരു വസ്തുതയുമില്ല. ഗവൺമെന്റിന്റെ മുൻഗണന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ജയിലിലെ തടവ് പുള്ളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ തുടങ്ങി മുഴുവൻ സൗകര്യങ്ങളുടെയും അതിന്റെ ചിലവ് വഹിക്കുന്നത് സർക്കാരാണ്. അതിനുശേഷം കയ്യിലേക്ക് വരുന്ന ഒരു നീക്കിയിരിപ്പ് തുകയാണ് 620. അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇടതു സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടാകുന്നത്. അതായത് തടവ് പുള്ളികൾക്ക് വലിയ രീതിയിലൊരു ശമ്പള വർധനവിലേക്ക് തീരുമാനമെത്തിയിരിക്കുകയാണ്. ഈ ഒരു തീരുമാനം വന്നപ്പോൾ മുതൽ ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നത് അന്ന് ആശമാരോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളുടെ പ്രതികരണം അന്വേഷിക്കുന്നപ്പോൾ അതിനേക്കാൾ മുൻപ് ചോദിക്കേണ്ടത് ആശമാരോട് തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് ആശമാർക്ക് വേണ്ടി അന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട ആ സമരമുഖത്തുണ്ടായിരുന്ന മിനി ചേച്ചിയാണ്. ചേച്ചി, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എന്താണ് തോന്നുന്നത്? സത്യത്തിൽ ഞങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേട്ടത്. കാരണം ഒരു ഗവൺമെന്റ് ഏതെങ്കിലും വിഭാഗം ആളുകളുടെ മിനിമം വേതനം നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ഇത്തരത്തിലൊരു വർധന വരുത്തിയിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജയിലിലെ തടവ് പുള്ളികളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നൊരു ശുപാർശയിന്മേൽ 380 രൂപയായി അത് ഉയർത്തണമെന്നൊരു ശുപാർശയാണ് നിലവിൽ വന്നത്. പക്ഷെ അതിനെ ആഭ്യന്തര വകുപ്പ് വെട്ടിക്കൊണ്ട് അത് ഒറ്റയടിക്ക് 620 രൂപ പ്രതിദിന വേതനം എന്ന നിലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, 233 രൂപയ്ക്കാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. 8.5 മാസത്തെ സമരത്തെ തുടർന്ന് കേവലം 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിദിന വേതനം 266 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വേതനത്തിൽ നിന്നാണ് അവരുടെ വട്ടിക്കൂലി അടക്കം അവരുടെ ഭക്ഷണം അടക്കമുള്ള മറ്റെല്ലാ ചെലവുകളും കണ്ടെത്തേണ്ടത്. അപ്പൊ തൊഴിലെടുക്കാനുള്ളൊരു കൂലി തന്നെ ഇതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പകുതി പോലും അവരുടെ ഒരു മിനിമം കൂലിയായി അവശേഷിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ജയിലിലെ തടവ് പുള്ളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ തുടങ്ങി മുഴുവൻ സൗകര്യങ്ങളുടെയും അതിന്റെ ചിലവ് വഹിക്കുന്നത് സർക്കാരാണ്. അതിനുശേഷം കയ്യിലേക്ക് വരുന്ന ഒരു നീക്കിയിരിപ്പ് തുകയാണ് 620. അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അതിന് പല ന്യായീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറ്റാളുകളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഒരിക്കലും അത് ന്യായീകരിക്കാവുന്നതല്ല. ഒരു നീതിപൂർവമായിരിക്കണം. കുറ്റവാളികളാക്കപ്പെടുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് തടവ് ശിക്ഷ വിധിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, അവർക്ക് മനുഷ്യ അവകാശങ്ങളുണ്ട്, ഒരിക്കലും അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. പക്ഷേ അത് ഇതര വിഭാഗങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ അത് നീതിപൂർവമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ സമരം, നമ്മുടെ ആശമാരുടെ സമരം അടക്കം വന്ന സമയത്ത് സർക്കാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആശമാർ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു ന്യായീകരണം ഇറക്കിയിരുന്നു. ആ ഒരു ന്യായീകരണത്തെ എങ്ങനെയാണ് ഇപ്പോ ഓർത്തെടുക്കുന്നത്? ആ ന്യായീകരണം തുടക്കത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാളിപ്പോയി. കാരണം അത് PSC മെമ്പർമാർക്കും അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും KV തോമസിനടക്കമുള്ള ആളുകൾക്കും വൻതോതിലുള്ള വേതനം വർദ്ധിപ്പിച്ചപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വേതനം വൻതോതിൽ വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ ഈ ന്യായീകരണം അന്നേ തന്നെ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ തീർത്തും അതൊരു ന്യായീകരണം മാത്രമാണ്. അതിനകത്ത് യാതൊരു വസ്തുതയുമില്ല. ഗവൺമെന്റിന്റെ മുൻഗണന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. അവരുടെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, ഖജനാവിൽ പരിമിതമായ സാമ്പത്തികമേ ഉള്ളൂ എന്നുള്ളൊരു ഘട്ടത്തിൽ പോലും ആരെ പരിഗണിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റിന്റെ വലിയ വീഴ്ചയുണ്ട്. അവരുടെ മുൻഗണന മാറിയിട്ടുണ്ട്. ഈ ആശാ വർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും വിധവകളും ദരിദ്രരും വാടക വീടുകൾ കഴിയുന്നവരും മാതാപിതാക്കളെ അവർക്ക് സംരക്ഷിക്കേണ്ട ആളുകളും കുട്ടികളുടെ പഠനം ഉറപ്പാക്കേണ്ടതും ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. സാമ്പത്തിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കുന്നതിന് പകരം അവരെ പരിഗണിക്കാതെ മാറ്റി നിർത്തിയിട്ട് അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് അവരുന്നയിക്കുന്ന ന്യായങ്ങളെ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വശത്ത് ഗവൺമെന്റ് നിലകൊള്ളുമ്പോൾ തന്നെയാണ് ഒരു ജയിലിലെ തടവുകാർക്ക് വേണ്ടി ശുപാർശ ചെയ്ത തുകയേക്കാൾ ഇരട്ടിയിലധികം തുക കൊടുക്കുവാൻ സർക്കാർ അത്യുത്സാഹം കാണിക്കുന്നത്.
അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് സമരത്തിന്റെ ഘട്ടത്തിൽ ഒരു പഠന സമിതിയെ വെച്ചു. ആ സമിതി 1 രൂപ പോലും ശുപാർശ ചെയ്തില്ല. ആ പഠന സമിതി മറ്റു ആളുകളുടെ വേതനവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ആശമാരുടെ വേതന വർധനവിനെ നിഷേധിച്ചത്. പക്ഷെ ഇവിടെ ഇന്നിപ്പോ ആരുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇതിന് യാതൊരു നീതീകരണവും ഇല്ല, യാതൊരു ന്യായീകരണവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത്. സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം വിവാദമായി. കാരണം നമുക്കറിയാം, കേരളത്തിലെ മലയാളികൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ മടി ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അർഹമായിട്ടുള്ള ഒരു വേതനം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോ ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു തീരുമാനം വരുമ്പോൾ ഇപ്പോ ട്രോളായിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് ഞാൻ എന്റെ ജോലി നിർത്തി ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ച് ജയിലിലേക്ക് പോകാം എന്നുള്ള രീതിയിലേക്കാണ്. അതായത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യം സർക്കാർ ഇവിടെ വിട്ടുപോയതാണോ അതോ മനഃപൂർവ്വം കണ്ണടച്ചതാണോ? ഗവൺമെന്റിന് സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടെ കാണിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു വർധനവെന്നതിനപ്പുറത്തേക്ക് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണ്. കേരളത്തിന്റെ ഉയർന്ന ചെലവിൽ, ഉയർന്ന നമ്മുടെ ജീവിത നിലവാരത്തിൽ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാൻ വലിയ തുക മുടക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ജീവിത ചെലവ് വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം ഒരു ജീവിത ചെലവ് നേരിടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഈ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ കഷ്ടപ്പാടുകൾ, ലക്ഷങ്ങൾ മുടക്കി വലിയ കഷ്ടപ്പാടുകൾ എടുത്ത് ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത്. അവിടെ ഇങ്ങനെ ഒരു നടപടി വരുമ്പോ ഏതൊരാളുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നത് സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്താൽ 8 മണിക്കൂർ അധ്വാനിച്ചാൽ വരുമാനം കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ജയിലിൽ പോയി ഒരു 10 വർഷത്തെ തടവ് കഴിയുമ്പോൾ വലിയൊരു ബാങ്ക് ബാലൻസുമായി എന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടാ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷെ അത് അങ്ങേയറ്റത്തെ അപകടം പിടിച്ചൊരു ചിന്താഗതിയായിട്ട് അത് മാറും. അത് ഒരു തരത്തിലും ഈ ജനാധിപത്യ ഒരു സംസ്ഥാനത്ത് ഭൂഷണമല്ല. പ്രത്യേകിച്ചും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും വീട്ടിനുള്ളിൽ കൊലപാതകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു ഭയങ്കര ഭയാനകമായ ഒരു സാഹചര്യം. അത്തരം സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞു പ്രയോറിറ്റി, സർക്കാരിന്റെ പ്രയോറിറ്റികൾ മാറുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോ ഈ ആക്രമണത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അഫാനെ പോലെയുള്ളവര്, ഗോവിന്ദചാമിയെ പോലെയുള്ളവരെ, ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലായിട്ടുള്ള ജയിലിൽ കഴിയുന്നവരൊക്കെ തന്നെ CPM അനുഭാവികളും CPM-ഉമായിട്ട് അടുത്ത ബന്ധമുള്ളവരുമാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണോ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ളൊരു സംശയം പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന് സ്വാഭാവികമായ അതിനൊരു സാധ്യതയുണ്ട്. കാരണം ഈ അടുത്ത സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കാരണം ജയിലിൽ രാഷ്ട്രീയ തടവുകാരല്ല, കുറ്റവാളികളായിട്ട് വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ അവർ തടവുകാരല്ല. അവരെല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പുറത്തു പോകാനും ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പരോൾ കൊടുക്കുവാനും അവർക്ക് യഥേഷ്ടം വിഹരിക്കുവാനും ജയിലിനകത്ത് അവർ വലിയ കർശനമായ സുരക്ഷയിൽ നിന്ന് പറയുന്നിടത്ത് പോലും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കി കൊടുക്കുന്ന മൊബൈൽ ഫോൺ, അതിന്റെ ചാർജറുകൾ തുടങ്ങി പവർ ബാങ്ക് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന റീൽസ് എടുക്കുന്ന ഇടങ്ങളായി നമ്മുടെ ജയിലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇത്തരം 620 രൂപ സ്കിൽഡ് ലേബർ എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ ദിവസങ്ങളിലും അവർ ഒരു സ്കിൽഡ് ലേബർ ചെയ്യുന്നതായി കണക്കുകൾ വരുത്തി തീർക്കാൻ ഇവർക്ക് യാതൊരു തടസ്സം ഉണ്ടാവില്ല. ഇത് പൊതു ഖജനാവിൽ തന്നെയാണ് ഇത് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ചില ജയിലിന്റെ മുൻ DGP ഒക്കെ ആയിരുന്ന ആളുകൾ പറയുന്നുണ്ട് ഇത് ജയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ ഒരു വരുമാനം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ചിലവല്ല. അങ്ങനെയാണെങ്കിൽ KSRTC തൊഴിലാളികൾ, KSRTCയിലെ ജീവനക്കാർ എല്ലാ ദിവസവും കളക്ഷൻ എടുത്ത് ട്രഷറിയിൽ അടയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ശമ്പളം വൈകുന്നു? അവർക്കല്ലേ ഏറ്റവും കൃത്യമായി ഏറ്റവും ഉയർന്ന ശമ്പളം കൊടുക്കേണ്ടത്? അപ്പോൾ അതൊക്കെ വെറും പൊള്ളയായ ന്യായവാദങ്ങൾ മാത്രമാണ്. അതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇത് പൊതുജനങ്ങൾ നൽകുന്ന നികുതി പണം എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ മുൻഗണന ഇല്ലാതെ ഒരു ധൂർത്തടിക്കുവാൻ, നീതിപൂർവമല്ലാത്ത, നമ്മൾ ഏത് കാര്യത്തിനും നീതിയുടെ ഒരു വശമുണ്ടാകും. അപ്പൊ ഇതിനകത്ത് നീതി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അത് മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാർക്ക്, വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികം പോലെ മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റൂ. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ്, അതായത് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി CPM-ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തിരിച്ചടി ഒരുപക്ഷെ ആശമാരുടെ സമരവും ഒരു കാരണമായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്കത് വളരെ വ്യക്തമാണ്. ആശമാർ വീടുകളിലേക്ക് പോകുമ്പോൾ പൊതുജനങ്ങൾ ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ 8.5 മാസം തെരുവിലിരുത്തിയ സർക്കാരിനെ ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാരിന് ഒരു അടി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിലയിൽ തന്നെ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അത് സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇനി മുന്നോട്ടേക്കും ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വീണ്ടും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെയാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ അവസാനമായിട്ടുള്ള ഈ ഒരു ഉത്തരവടക്കം പരിഗണിച്ചുകൊണ്ട്? തീർച്ചയായിട്ടും അത് സർക്കാരിനൊരു വലിയൊരു കീറാമുട്ടി ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇനിയും സമയമുണ്ട് ഗവൺമെന്റിന് മുന്നിൽ. ഇനിയും മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് തൊഴിൽ ഉറപ്പാക്കി കൊടുക്കാൻ, വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കാൻ, സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനൊക്കെയുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് വലിയൊരു മഹാഭൂരിപക്ഷം ആളുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുവാനും അത് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അതൊന്നും നിർവഹിക്കുന്നില്ല. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക അടക്കം കൊടുത്തുകൊണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും അവർ പണിയെടുത്തതിന്റെ കൂലി കൊടുത്തുകൊണ്ട് വേണം സർക്കാർ മുന്നോട്ട് പോകാൻ. അതിനുള്ള ആവശ്യമായ സമയം ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷെ മുൻഗണന അത് ജനങ്ങളോടായിരിക്കണം. പ്രതിബദ്ധത എന്നത് സർക്കാർ തീരുമാനിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കും.